ഹലോ മൈ DSC ഫാമിലി മക്കളെ, നമ്മൾ അടിപൊളിയായിട്ട് ഇന്ന് ഈ ചെറിയ ഷോർട്ട് വീഡിയോയിൽ അതായത് നമ്മൾ എങ്ങനെ സോഷ്യൽ സയൻസ് ക്രാക്ക് ചെയ്തെടുക്കാം, വളരെ സിമ്പിളായിട്ട് വളരെ പുഷ്പം പോലെ നമുക്ക് എങ്ങനെ സോഷ്യൽ സയൻസ് പിടിച്ചെടുക്കാം. വളരെ വലിയൊരു സാധനമാണല്ലേ, കുറേ സാധനം കിടക്കുന്നുണ്ട് സോഷ്യൽ സയൻസിൽ. ജോഗ്രഫി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, സിവിക്സ് ആയിക്കോട്ടെ, പലതായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എക്കണോമിക്സ് ആയിക്കോട്ടെ അല്ലേ. അതെങ്ങനെയാണ് സാർ നമുക്കിങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുക? നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ? ഇപ്പോൾ ഉള്ള രീതിയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഉണ്ട്. പക്ഷേ ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക, ഇത് വലിയൊരു ജൈഗാൻറ്റിക് പ്ലാനോ എങ്ങനെ ട്രിക്ക് വേഗം നിങ്ങൾക്ക് മാർക്ക് മേടിക്കാം സോഷ്യൽ, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ മാറ്റം വരുത്തേണ്ട കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിനെ എങ്ങനെ നിങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് മാറ്റം വരുത്തുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും എൻ്റെ മക്കൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലൊരു ചെറിയ എന്താണ് ആ സാധനം, എന്താണ് ആ ഗുഡൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. എല്ലായ്പ്പോഴും സാറ് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം. സാർ എന്താണ് ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം? ആ സ്ഥിരത എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മക്കളെ, ഡെയിലി നമ്മൾ ജിമ്മിൽ പോകുന്ന ആളാന്ന് വിചാരിക്കാം, ജിമ്മിൽ അല്ലെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ജിമ്മിൽ പോകുന്ന ആളെന്ന് വിചാരിക്കാം. ആദ്യത്തെ ദിവസം പോയി, റിസൾട്ടൊന്നും കണ്ടില്ല. രണ്ടാമത്തെ ദിവസം പോയി, റിസൾട്ടൊന്നും വന്നില്ല. ഒരു മാസം പോയി, റിസൾട്ട് വന്നില്ല. 3 മാസം പോയി, റിസൾട്ട് വന്നില്ല. 6 മാസം പോയി, ഇച്ചിരി മസിൽ വന്നു. അപ്പം മക്കളെ ചിന്തിച്ച് നോക്കിയേ, ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി വർക്കൗട്ട് ചെയ്ത് ഒരാൾ ജിമ്മിൽ പോയി, ജിമ്മിലെ എല്ലാ സാധനങ്ങളും, ജിമ്മിലെ എല്ലാ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും അദ്ദേഹത്തിന് പ്രതീക്ഷിച്ച അത്ര റിസൾട്ടൊന്നും വന്നില്ല. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോഴും നിർത്തിയില്ല പോക്ക്. വീണ്ടും 1 മാസം കൂടെ പോയി, 7ആയി. പിന്നെ ഒരു 3 മാസം കൂടെ പോയി, 10ആയി. വീണ്ടും ഒരു 2 മാസം കൂടെ പോയി, 1 വർഷമായി. 1 വർഷം, 1 ഇയർ കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹം പോയപ്പോൾ ചിലപ്പോൾ ബോഡിക്ക് ഒരു മാറ്റവും വന്നിട്ടുണ്ടാവില്ല, പക്ഷെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനത്തിന് മാറ്റം വന്നിട്ടുണ്ടാവും അല്ലേ. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മാറ്റം വരുത്തിയിട്ടുണ്ടാവും. അപ്പം ആ ഒരു ചേഞ്ച് കാണാൻ പറ്റി. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ റിസൾട്ട് വിസിബിൾ ആയിരിക്കില്ല, പക്ഷെ നമ്മളെ ബോഡീൻ്റെ ഉള്ളിൽ എന്താണ് ആ കൺസിസ്റ്റൻസിൻ്റെ റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ടാകും അല്ലേ. സ്വാഭാവികമായിട്ട് നമ്മളൊരു ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിൽ വന്നിട്ടുണ്ടാവും, നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു ഫലമാണ്. അപ്പൊ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം, അതായത് ഈ സ്ഥിരത എന്ന് പറയുന്ന സാധനം എൻ്റെ മക്കൾക്ക് ഉണ്ടെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും, ഇപ്പം സോഷ്യലിനെ മാത്രമല്ല എല്ലാ ചാപ്റ്റേഴ്സിനും, മാത്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. കൺസിസ്റ്റൻ്റ് ആയിരിക്കാം. നിങ്ങൾ ഒരു ദിവസം ഇത്ര ടൈം നിങ്ങൾ അതിന് വേണ്ടി ചെലവാക്കുക. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി. ഇന്ന ദിവസം ഓക്കെ, ഇന്ന് ഞായറാഴ്ചയാണ്, നമുക്ക് ചീറ്റ് ഡേ എടുക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് എന്താ ചെയ്യാം, ഞായറാഴ്ചയാണല്ലോ പഠിക്കണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ ഞായറാഴ്ച മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമാവും. ഓക്കെ, നിങ്ങൾ ആ ഒരു ഓർഡർ പോകും. നിങ്ങൾ പോയിട്ടുള്ള ആ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വേ ഉണ്ടല്ലോ, യൂസ്ഡ് ആയിട്ടുള്ള ആ വേ ഉണ്ടല്ലോ, അത് ഇല്ലാതാവും. ഒരാഴ്ച നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഞായറാഴ്ച ദിവസം നിങ്ങൾ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ പോയിന്റ് കിട്ടിയല്ലോ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെയാണ് ഒരു പോയിന്റ് വരുന്നത്. സാർ എന്താണ് അവിടെ ഒരു പോയിന്റ് വരുന്നത്? അവിടെ വരുന്ന പോയിന്റാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സാധനം. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊള്ളാം, നിങ്ങൾ കൃത്യമായിട്ടൊരു സമയം അലോട്ട് ചെയ്യുന്നില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കോ ഇല്ല അല്ലേ. നമ്മൾ പറഞ്ഞു എല്ലാ ദിവസവും ഓരോ ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ ടോപ്പിക് വെച്ച് നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലേക്ക് കയറും ഓരോ കാര്യങ്ങളും. അപ്പോൾ അവിടെ കൃത്യമായിട്ട് എന്താണ് ഈ കൺസിസ്റ്റൻ്റ് ആവാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ആവാനുള്ള കാരണം എന്താ? ടൈമാണ്. ഓക്കെ, അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ടൈമാണ്. ആ ടൈം നിങ്ങൾ എത്രത്തോളം അലോട്ട് ചെയ്യുന്നോ, നിങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സ് കഴിഞ്ഞിട്ട്, നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര സമയം നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി ചിലവാക്കുന്നു എന്നതാണ് ഈ ടൈം മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. ടൈം മാനേജ്മെന്റ് ഇടയിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. രണ്ടാമത് ആ കൺസിസ്റ്റൻ്റ് ആയിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്താവുക, നിങ്ങളുടെ ടൈമിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഓക്കെ, നിങ്ങളത് ശ്രമിച്ചാൽ മതി. നിങ്ങൾ ആ ടൈം മാനേജ്മെന്റ്, നിങ്ങൾ കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് രാവിലെ എഴുന്നേൽക്കുക, പഠിക്കാൻ വേണ്ടി ഇന്ന സമയം കണ്ടെത്തുക, അങ്ങനെയൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എൻ്റെ മക്കൾക്ക് അറിയാം അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കൺസിസ്റ്റൻ്റ് ആവുകയും ചെയ്യും, ടൈം മാനേജ്മെന്റ് നിങ്ങളുടെ കീഴിൽ വരികയും ചെയ്യും. ഓക്കെ, ആ പോയിന്റ് കിട്ടിയല്ലോ. അപ്പോൾ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. നിങ്ങളൊരു സമയം അലോട്ട് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം നിങ്ങൾ തന്നെ അലോട്ട് ചെയ്യുക. ആ ടൈമിൽ നിങ്ങൾ വേറൊരു കാര്യത്തിലേക്കും പോരുത്. അവിടെയാണ് നമ്മളെ നെക്സ്റ്റ് പോയിന്റ് വരുന്നത്, ഡിസ്ട്രാക്ഷൻസ്. ഓക്കെ, അതിലേക്ക് വരാം. അതിന് മുന്നേ ടൈം മാനേജ്മെന്റിന്റെ സാർ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. നിങ്ങൾ ടൈം മാനേജ്മെന്റ് ചെയ്യുമ്പോൾ, സമയം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ വേറെ ഒരു ശല്യങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ SST പഠിക്കാനിരിക്കുന്ന സമയത്ത്, നിങ്ങളിപ്പോൾ റൈസ് ഓഫ് നാഷണലിസം പഠിക്കുന്ന സമയത്ത് നാഷണലിസം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ചിലപ്പോൾ അത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ചുറ്റുവട്ടത്ത് നിങ്ങൾ എന്താ വയ്ക്കാം, നിങ്ങൾ ഫിക്സ് ചെയ്യാം, ഇതാണ് എൻ്റെ പഠിക്കേണ്ട ടൈം. ആ ടൈമിൽ ഞാൻ എന്താ പഠിക്കൽ മാത്രമേ ചെയ്യുള്ളൂ, കളിക്കലൊന്നും ചെയ്യില്ല. ഓക്കെ, അത് നിങ്ങളെ മനസ്സിൽ ഫിക്സ് ചെയ്യുക. അപ്പോൾ ടൈം മാനേജ് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസ്ട്രാക്ഷൻ്റെ കാര്യം. ഇതേ ടൈം മാനേജിൻ്റെ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫോൺ നോക്കാൻ തോന്നും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താവും, വേറെ പല കാര്യങ്ങളിലേക്കൊക്കെ എൻ്റെ മക്കളുടെ മനസ്സിൽ ഇങ്ങനെ ഓടി വരും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മക്കൾ ചിന്തിക്കും, ഓക്കെ ഇത് നമുക്ക് കുറച്ചേരം പഠിത്തം ഒന്ന് മാറ്റി വെച്ചേക്കാം, ഇനി ഒരു പാട്ട് കേട്ടേക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടേക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയേക്കാം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥത്തിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സാധനം വരുന്നത്. ഈ ഡിസ്ട്രാക്ഷൻ, അതായത് ഈ സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടാവുമായിരിക്കും, നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉണ്ടാവുമായിരിക്കും, നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടാവുമായിരിക്കും, ഓക്കെ, യൂട്യൂബ് ഉണ്ടാവുമായിരിക്കും. ഓക്കെ, യൂട്യൂബിൽ നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ചിലപ്പോൾ റീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കുക, അതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ ഈ കൺസിസ്റ്റന്റ് ആയിരിക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ എന്ത് പഠിച്ചോ, ടൈം മാനേജ്മെന്റ് എന്താണെന്ന് കൂടെ പഠിച്ചോ. ആ ടൈം മാനേജ്മെന്റിന് ഡിസ്ട്രാക്ഷനായി വരുന്ന ഇതുപോലുള്ള സോഷ്യൽ മീഡിയാസിൽ നിങ്ങൾ ആ ടൈമിൽ എന്ത് ചെയ്യാം, മാറ്റി വെക്കുക. ഇത് ടോപ്പേഴ്സ് മൈൻഡ് സെറ്റാണ്. അവരെന്താ ചെയ്യുന്നത്, അവർ പഠിക്കുന്ന സമയത്ത് പഠിക്കും, അല്ലാത്ത സമയത്ത് അവർ പണിയെടുക്കില്ല. അവരെന്താക്കും, അവർ വേറെ പണിക്കോ, അവർ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാൻ പോകും, ഫേസ്ബുക്ക് നോക്കാൻ പോകും, വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പോകും, അല്ലേ? അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് അവരെന്താ ചെയ്യുന്നത്, അവർ കൃത്യമായിട്ടൊരു ടൈം അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അത് കൺസിസ്റ്റന്റ് ആയിട്ട് അവർ ഫോളോയും ചെയ്യും, അല്ലേ? അതാണ് മേജർ ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കൾ ഇവിടെ വരുന്ന വേറൊരു ചോദ്യമാണ്, ഇങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് കണ്ടീഷൻ വരും. സ്വാഭാവികമായിട്ട് എൻ്റെ മക്കൾക്ക് TV കാണാൻ പറ്റില്ല, ഫോണിൽ ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ ടൈം ഫിക്സ് ചെയ്തല്ലോ, പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ടൈം ഫിക്സ് ചെയ്തു, ടൈം മാനേജ്മെന്റ് നിങ്ങളെ സ്കെഡ്യൂളിൽ നിങ്ങൾ എന്ത് ചെയ്തു, ടൈം ഫിക്സ് ചെയ്തു. അപ്പം നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സാക്രിഫൈസ് ചെയ്യണം, വാട്സപ്പ് സാക്രിഫൈസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ട് നിങ്ങളൊരു കാര്യം പഠിച്ചു, ഒരു ടോപ്പിക്ക് പഠിച്ചു. എൻ്റെ മക്കൾ വാട്ടർ റിസോഴ്സസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു സാക്രിഫൈസ് ആണോ? നിങ്ങളെ ലൈഫിൽ കൊടുക്കുന്ന സക്സസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാന്ന് പറയുള്ളൂ സാറ്. എന്താ കാരണം, നിങ്ങൾ അവിടെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഭാവിയിലേക്ക് നിങ്ങളെ 10ാം ക്ലാസ്സിന്റെ A1 ആ ഒരു ഷീറ്റ് കാണുമ്പോൾ, എല്ലാ വിഷയങ്ങൾക്കും A1 കാണുമ്പോൾ ആ ഒരു സക്സസിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് പറയുന്നത്. എന്ത്, നിങ്ങൾ ഇവിടെ സാക്രിഫൈസ് ചെയ്ത കുറച്ച് സോഷ്യൽ മീഡിയാസ് കിട്ടിയോ. അപ്പോൾ സാക്രിഫൈസ് ഈസ് നോട്ട് എ സാക്രിഫൈസ്, ഇറ്റ് ഈസ് എ സക്സസ്. ഫൈനലി എൻ്റെ മക്കൾ അത് കിട്ടിയിട്ടുണ്ടെന്ന് സാർ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു, സാക്രിഫൈസ് ആണ് സാർ സക്സസ് എന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയാണെങ്കിൽ സാർ കുറേ എല്ലായ്പ്പോഴും നമ്മൾ സാക്രിഫൈസ് ചെയ്യണോ? വേണ്ട. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ ടൈം ഫിക്സ് ചെയ്തു, നിങ്ങൾ തീരുമാനിച്ച സമയത്ത് നിങ്ങൾ പഠിച്ചു, ആ ടൈമിൽ നിങ്ങൾക്ക് സാക്രിഫൈസ് ആവുന്ന കാര്യങ്ങൾ മാത്രം മതി. അതാണ് നിങ്ങളുടെ സക്സസ്സിലേക്ക് നയിക്കാൻ പോണത്. ഓക്കെ, ആ പോയിന്റ് കിട്ടിയല്ലോ. അങ്ങനെയാണ് എൻ്റെ മക്കളോട് ജസ്റ്റ് പറയാനുള്ളത്. ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു, സോഷ്യൽ മീഡിയേൻ്റെ ഒരു ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ വേറെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ മെന്റലി ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഡൗൺ ആയി പോണ സിറ്റുവേഷൻസ് ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളും ഒരുപാട് ഇങ്ങനെ വന്ന് കൂടുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മെന്റലി ഒന്ന് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലേ? അയ്യോ സാർ എനിക്ക് പറ്റണില്ല പഠിക്കാൻ എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആ ഫേസ് ചെയ്യുക, ആ പ്രോബ്ലംസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുക, ഒഴിവാക്കി വിടരുത്. ഒഴിവാക്കി വിടാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോന്നോട്ടെ, അടുത്ത 2 എക്സാം പോന്നോട്ടെ, ഞാൻ സെറ്റാക്കും 2 എക്സാം, ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവാം, ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് ഉണ്ടാവാം. വിരാട് കോഹ്ലി പണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ 100% അല്ല, ഞാൻ 200% കൊടുക്കും, എന്നിട്ട് ഞാൻ തോറ്റുപോയാൽ അങ്ങോട്ട് തോറ്റുപോയി എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ 200% കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മക്കളെ, നിങ്ങൾ ആ പ്രശ്നങ്ങൾ, നിങ്ങളെ മുന്നിലേക്ക് വരുന്ന എക്സാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് പല ഇഷ്യൂസ് ആയിക്കോട്ടെ, നിങ്ങൾ അതിനെ ഫേസ് ചെയ്യുക, നിങ്ങൾ അതിനെ ഒഴിവാക്കി അവോയ്ഡ് ചെയ്യാതിരിക്കുക, നിങ്ങൾ അതിന് സിറ്റ് വിത്ത് ഇറ്റ്, അത്ര സാറിന് പറയുള്ളൂ, സിറ്റ് വിത്ത് ഇറ്റ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്തായിട്ട് മാറുന്ന പറയുന്നത്, സാർ ഇവിടെ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു വാരിയർ തോട്ടാണ്. എന്താണ് വാരിയർ തോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യോദ്ധാക്കന്മാർ എന്താണ് ചെയ്യുന്നത്, അവര് വരുന്ന പ്രശ്നങ്ങൾ അവർ നേരിടും, അല്ലേ? അവരെന്താണ്, അവര് മാറി നിൽക്കൂല, അവർ വരുന്ന പ്രശ്നങ്ങൾ അവർ നല്ല സ്ട്രോങ് ആയിട്ട് നേരിടും, സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യും, അവർ ഒഴിവാക്കി വിടൂല. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന എന്തോ ആയിക്കോട്ടെ, ക്ലാസ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഇന്റേണൽസ് ആയിക്കോട്ടെ, ആനുവൽ എക്സാംസ് ആയിക്കോട്ടെ, എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുക, ധൈര്യത്തോടെ ഫേസ് ചെയ്യുക. ഈ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചെങ്കിൽ, നിങ്ങൾ ടൈം ഫിക്സ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയാസിനെ, ആ ഡിസ്ട്രാക്ഷൻസിനെ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ പ്രശ്നങ്ങളെ നിങ്ങൾ ധൈര്യമായിട്ട് നേരിടാം, അല്ലേ? പറ്റും, സ്വാഭാവികമാണ്, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കട്ടാണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഒരു സാറ് നിങ്ങൾ പറയാനുള്ളത്, we do things very differently from others,
എന്താ പറയുന്നത്, നമ്മൾ ടോപ്പേഴ്സിന്റെ കാര്യം പറയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ഇപ്പോൾ നോർമൽ ആവറേജ് സ്റ്റുഡൻസിനെ പോലെ ആയിരിക്കില്ല ടോപ്പേഴ്സ് പെരുമാറുന്നുണ്ടാവുക. അവരെന്താ ചിന്തിക്കുക, ഓക്കെ എനിക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവണം, കുറച്ചും കൂടെ ബാക്കിയുള്ളവരിൽ നിന്ന് യുണീക്കായിട്ട് ചിന്തിക്കണം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താണ്, വി ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പഠിക്കണ പോലെ ആയിരിക്കില്ല നമ്മൾ പഠിക്കുന്നുണ്ടാവുക. എല്ലാവരും ഒരു 3 മണിക്കൂർ പഠിച്ച് അവിടെ വെക്കും. പക്ഷെ നമ്മൾ ടൈം ഫിക്സ് ചെയ്യുമ്പോൾ അത് 6 മണിക്കൂറായിരിക്കാം, ചിലപ്പോൾ അത് 7 ആവാം. പക്ഷേ 7 മണിക്കൂർ നിങ്ങൾ എന്തായിരിക്കണം, പഠിക്കണം. ചിലപ്പോൾ 7 മണിക്കൂർ പഠിച്ചവനെക്കാട്ടിയും മാർക്ക് ചിലപ്പോൾ 3 മണിക്കൂർ പഠിച്ച ഒരാൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്താക്കും, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കും. സ്വാഭാവികമായിട്ടും SST ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യാം, ജസ്റ്റ് വായിച്ച് പോവാതെ കാര്യങ്ങളെ പോയിന്റ് വൈസ് ആക്കി പഠിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ. ആ പോയിന്റ് വൈസ് ആക്കി പഠിക്കുക. അതുപോലെ ചിലപ്പോൾ മൈൻഡ് മാപ്സിലൂടെയൊക്കെ പഠിക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ മാത്സ് പഠിക്കുന്ന പോലെ SST പഠിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ അതാണ് ചില കാര്യങ്ങളിൽ ചില ഡിഫറൻസസ് നമുക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ യുണീക്കായിട്ട് നിൽക്കും. അതിനെയാണ് സാർ എന്ന് പറയുന്നത് വി ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. ഓക്കെ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മക്കൾ ഈ മൈൻഡ് സെറ്റിലേക്ക് വരും. ഏതാ മൈൻഡ് സെറ്റ്? ലയൺ മെന്റാലിറ്റി. ആവശ്യത്തിന് മാത്രം അറ്റാക്ക് ചെയ്യുക, അനാവശ്യത്തിന് ഒന്നും ചെയ്യാതിരിക്കുക. നമുക്ക് കിട്ടുന്ന വി ആർ സ്ട്രോങ് നമുക്ക് ബോധമുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആൻസർ ഷീറ്റിൽ അതിൻ്റെ തെളിവുണ്ടാകും. ഓക്കെ, നമ്മൾ എഴുതുന്ന ആൻസർ ഷീറ്റിൽ അതിൻ്റെ തെളിവ് കാണാൻ പറ്റും. വേറെ ആരെയും നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക. ഇനിയുള്ള എല്ലാ ക്ലാസ്സസും, ഇനി നമ്മൾ അങ്ങോട്ട് SST ആയിക്കോട്ടെ, എല്ലാ സബ്ജക്റ്റും സാറ് വരുന്നുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക്. SST ആയിട്ട് കിടിലമായിട്ട് നമ്മൾ CBSEയിലെ എല്ലാ ചാപ്റ്റേഴ്സും, സോഷ്യലിലെ കിടിലായിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും സെറ്റ് ആക്കുന്നുണ്ട്. എന്താണ് മക്കളെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്? ദ ലയൺസ് മെന്റാലിറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്.